അല്ല, ഞാൻ ആലോചിക്കുവാണേ, ഈ കേരളത്തിൽ ആകെപ്പാടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ കേൾക്കാനുള്ളായിരുന്നു. കോളേജിലൊക്കെ ABVP എന്നൊക്കെ പറഞ്ഞാൽ അത് BJP ആണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അതിൻ്റെ ഒരു വളർച്ച ഭയങ്കരമാണ്. അതെങ്ങനെ അങ്ങനെ വളർന്നു എനിക്കറിയാൻ മേല ഇപ്പോഴും. കാരണം അത് ഇത്രയും വളർന്നെന്ന് എൻ്റെ വീഡിയോയ്ക്ക് അടി വരുന്ന കമൻസ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി അത് പൈസ കൊടുത്ത് വളർത്തിയെന്നൊന്നും പറയരുതേ, കാരണം എനിക്കൊക്കെയാണ് ഒറ്റ കുഞ്ഞുങ്ങളെ പോലും അറിയത്തില്ല. അതുകൊണ്ട് ഈ പൈസ തന്ന് അങ്ങനെ പറയിപ്പിച്ചു, പൈസ തന്ന് സപ്പോർട്ട് ചെയ്തു, വോട്ട് ചെയ്തു, എങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ വലിയ കള്ളത്തരമാണ്. സോ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിനൊരു തെളിവാണ് ഈ മൂന്നാമൻ്റെ കടന്നുവരവ്. കാരണമേ ആ ലെഫ്റ്റും റൈറ്റും ഭരിച്ച് കേരളം അങ്ങ് കോളമാക്കി. അതുപോലെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കൊരു പാർട്ടിയോടും ഒരു വിദ്വേഷവും ഇല്ല. ചില ഊളമന്ത്രിമാർ ഓരോ പൊട്ടത്തരം പറയുമ്പോൾ അത് നമ്മൾ കോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ മോദിജിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കോൺഗ്രസിനെ ഇഷ്ടമില്ല, കമ്മ്യൂണിസ്റ്റിനെ ഇഷ്ടമില്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷേ അതിനകത്ത് ചില മന്ത്രിമാരുടെ ഓരോ വിളച്ചിലുകളും പൊട്ടത്തരങ്ങളും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയണമല്ലോ. അത് പറഞ്ഞ ഒട്ടന്നെ അത് കംപ്ലീറ്റ് എൻറ്റയർ പാർട്ടി മോശമാണെന്നൊന്നും നമ്മൾ പറയുകയില്ല. എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള തത്വങ്ങൾ. പിന്നെ BJPയെക്കുറിച്ച് ഒത്തിരി തെറ്റായ ധാരണകൾ സാധാരണക്കാരുടെ മനസ്സിലുണ്ട്. അത് മാറ്റിയെടുക്കേണ്ടത് BJP ലീഡേഴ്സിൻ്റെയും BJP പ്രവർത്തകരുടെയും ഒക്കെ ചുമതലയാണ്. കാരണം എൻ്റെ അയലോക്കത്തുള്ള ഒരു ആൻറ്റിയോട് ഞാൻ RSSനെ കുറിച്ച് അറിയാമെന്ന് ചോദിച്ചപ്പോൾ അത് BJP അല്ലേ, ഉയ്യോ എന്നും പറഞ്ഞ് വിറയ്ക്കുന്നത് കണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ 10-60 വർഷം മുമ്പ് ആ ആൻറ്റിയുടെ ബ്രദർ മുംബൈ ടു എങ്ങോട്ടായിരുന്നു യാത്ര ചെയ്തേ, കേരളത്തിലോട്ട് യാത്ര ചെയ്തപ്പോൾ ട്രെയിനിൽ എന്താണ് വെട്ടുകത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ അന്വേഷിച്ചു, ഇടവും വലവും ഇരുന്നതിനെയൊക്കെ എടുത്തോണ്ട് പോയി. പുള്ളിയെ മാത്രം അനക്കിയില്ല. RSS പ്രവർത്തകരെന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇങ്ങനെ വടിയും കോലും ഒക്കെ ആയിട്ട് വന്നു. ശിവസേന അപ്പോൾ ശിവസേന, RSS, BJP ഇതെല്ലാം ഒന്നാണ് എന്നൊക്കെയുള്ള ധാരണയാണ്. അവരുടെ പോളിസി വെട്ടൊന്ന് മുറി രണ്ട് ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ. ഏത് വർഷം ആ വർഷം ഏതോ ഒരു ഇൻസിഡൻറ്റ്, ആ ആളെ എന്തിനാണ് അവർ പിടിച്ചതെന്ന് അവർ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ ഒരു കുറ്റവാളിയായിരിക്കും അവർ പിടിച്ചത്, അതൊന്നും ഇവർക്ക് അറിയത്തില്ല. വടിയും കൊണ്ട് വന്നത് ഈ പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി എന്ന് പറയുമ്പം അയ്യോ പോത്തോ എന്നുള്ളൊരു പേടി. അത് ഇത്രയും വർഷങ്ങളായിട്ടും അത് മാറാതെ ഇങ്ങനെ കിടക്കുക. ഇപ്പം എത്രയോ വർഷങ്ങൾ. ഇപ്പം പുള്ളിക്കാരിക്ക് ഇപ്പോൾ 70+ വയസ്സ്. അപ്പം എന്താണ് അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് കണ്ടപ്പം പറഞ്ഞു, അയ്യോ അവരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. സോ അതാണ് ആൾക്കാർ നമ്മുടെ മുമ്പിൽ എന്താണോ കാണുന്നത് അതങ്ങ് വിശ്വസിക്കും. അതെന്തിനാണ് അവർ വന്നത്, ചിലപ്പോൾ ഒരു ക്രിമിനലിനെ ആയിരിക്കും പിടിക്കാൻ വന്നത്, നമുക്കറിയത്തില്ല. പക്ഷേ അല്ലെങ്കിൽ ആ കാലത്ത് എന്തേലുമൊക്കെ ഒരു വല്ലതും നടന്നായിരിക്കും, നമുക്കറിയത്തില്ല. പക്ഷെ അതിങ്ങനെ മനസ്സിൽ വെച്ചാണ് കേരളത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്നാൽ നമ്മളിപ്പോൾ ഒരു പ്രളയം വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പം അവരാണ് മുമ്പിൽ വന്ന് ഓടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നും സാധാരണക്കാർക്ക് അറിയത്തില്ല. ഇപ്പോൾ ഒരു സുനാമി വന്നു, ആ മലയാളികളെല്ലാം ഒരുമിച്ച് നിന്ന് അതിനെ എതിർത്തെന്നേ പറയത്തുള്ളൂ. പക്ഷേ അതിൻ്റെ മുന്നിൽ RSSകാരുണ്ടായിരുന്നു. അന്നൊരു പബ്ലിസിറ്റി ഇല്ല, അതുകൊണ്ട് സാധാരണക്കാർക്ക് അറിയത്തില്ല സംഭവം. സോ നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല ഗുണവും പബ്ലിസിറ്റി ചെയ്യാൻ ശ്രമിക്കുക. കാരണം പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ സൈലൻ്റായിട്ടിരുന്ന് ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഏത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും മലയാളി മുമ്പിൽ നിൽക്കും, മലയാളികൾ ഒരുമിച്ച് നിൽക്കും. അവിടെ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയും. പക്ഷേ ആ മുന്നിൽ നിൽക്കുന്നതിൽ RSSകാരും ഉണ്ട്, BJP പ്രവർത്തകരും ഉണ്ട് എന്നുള്ളത് ആരും പറയുന്നില്ല. അങ്ങനെ പറയുമ്പോൾ മലയാളി എന്ന് പറയും. ചീത്ത വിളിക്കാനാണെങ്കിൽ സ്പെസിഫൈ ചെയ്ത് BJP എന്ന് പറയും. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ആരും പറയത്തില്ല. സോ അതുകൊണ്ട് BJP അണികൾ, ലീഡേഴ്സ്, RSS പ്രവർത്തകർ ഇവരെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹൈപ്പ് ചെയ്യുക, പറയുക, പബ്ലിസിറ്റി ചെയ്യുക. മതവിദ്വേഷം മാത്രം, BJP എന്ന് പറഞ്ഞാൽ മതവിദ്വേഷം, RSS എന്ന് പറഞ്ഞാൽ ഹിന്ദു
ത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പാർട്ടിക്കാർ, ശിവസേന, ഈ ഒരു ധാരണ ആദ്യം ജനങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കണം. കറക്റ്റ് എന്താണ് സെൻട്രൽ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്, അവരുടെ അജണ്ട എന്താണോ അതേ രീതിയിൽ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക.